എറണാകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതകൾ തുലാസിലാക്കി ഉമാ തോമസ് എം.എൽ.എയും കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഉമാ തോമസിനോട് നേതൃത്വത്തിൽ പലർക്കും എതിർപ്പുണ്ട്. കെ മിനിമോളെ കൊച്ചി മേയറാക്കിയതായിരുന്നു കൗൺസിലർ ദീപ്തി മേരി വർഗീസിനെ പരസ്യ പ്രതിഷേധത്തിൽ എത്തിച്ചത്. തൃക്കാക്കരയിൽ പി.ടി. തോമസിന്റെ പിൻഗാമിയായി എത്തിയ ഉമാ തോമസിന് വീണ്ടും സീറ്റ് ഉറപ്പിച്ചിരുന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുക എളുപ്പമാവില്ല. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ.പി.സി.സി മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്നായിരുന്നു ഉമാ തോമസ് എം.എൽ.എയുടെ ആരോപണം. ഉമാ തോമസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതോടെയായിരുന്നു ഡി.സി.സി നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് അംഗത്തിനിറങ്ങിയത്. ഉമയ്ക്കൊപ്പം പരിഗണിക്കപ്പെട്ടിരുന്ന കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ സ്ഥാനാർത്ഥി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതും പാർട്ടി അച്ചടക്കം ലംഘിച്ചുള്ള പരസ്യ പ്രതികരണങ്ങളാണ്. കൊച്ചി കോർപ്പറേഷൻ മേയറാകുമെന്ന് കരുതിയിരുന്ന ദീപ്തി മേരി വർഗീസ് തഴയപ്പെടുകയും കെ മിനിമോൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതോടെയായിരുന്നു ദീപ്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം പരസ്യമാക്കിയത്. തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസിന് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ട്. സഹതാപ തരംഗത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും ഇനി അനായാസ ജയത്തിന് സാധ്യതയില്ലെന്നും മറ്റൊരു സ്ഥാനാർത്ഥി വേണമെന്നുമാണ് പ്രാദേശികമായി ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ദീപ്തി മേരി വർഗീസിന്റെ പേര് കൂടി ഉയരുന്നുണ്ടെങ്കിലും മേയർ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ വിവാദങ്ങളാണ് ദീപ്തിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത്. ജനം, കൊച്ചി.